നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ. നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ. സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ. സത്യമെന്നുള്ള ശീലമോടെ ഞാൻ സാരംകുട്ടനെ കണ്ട അവന്റെ പാട്ട് കേൾക്കണം. നല്ല സാരംഗി സ്വരം പോലുള്ള മധുരമുള്ള പാട്ട്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻമൗനമോ പൂമാനമായി നിന്ദാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗ സാരംഗിനെ പറ്റി പറയുമ്പോൾ കണ്ണീരണിഞ്ഞുകൊണ്ടേ പറയാൻ പറ്റൂ. കാരണം ഇതെൻ്റെ 7ാമത്തെ കുട്ടിയാണ്. പക്ഷേ ഒരു കുട്ടിയേ ഉള്ളൂ, സാരംഗ്. 5ാമത്തെ കുട്ടി 4 പ്രാവശ്യം അബോർഷനായതിനു ശേഷം 5ാമത്തെ കുട്ടി ജനിച്ചത് ഓപ്പറേഷനിലൂടെ പുറത്തെടുത്തപ്പോൾ അത് ആൺകുട്ടിയായിരുന്നു. നല്ല വെയിറ്റൊക്കെ ഉള്ള കുട്ടിയായിരുന്നു. പക്ഷേ അത് 5 ദിവസമേ ജീവിച്ചിരുന്നുള്ളൂ. വീണ്ടും 6ാമത് വീണ്ടും ഒന്ന് അങ്ങനെ തന്നെ അബോർഷനായി. 7ാമത്തെ കുട്ടി മാസം തികയാതെയായിരുന്നു സാരംഗിനെ പ്രസവിച്ചത്. അപ്പം അതിൻ്റെ പോരായ്മകൾ ഉണ്ട്. ശാരീരികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു. ചെറിയതല്ല, അതൊരു വലിയ ആരോഗ്യ പ്രശ്നമായിരുന്നു. അപ്പോൾ അതൊരു 5 സർജറിയിലൂടെയാണ് അത് ഒരു നല്ല അവസ്ഥയിലാക്കി വരാൻ വേണ്ടി 5 സർജറി ചെയ്യേണ്ടി വന്നു. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുടുംബത്തിലുണ്ടായ ബാധ്യതകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം സാരംഗിൻ്റെ പാട്ടിലൂടെ ഞങ്ങളെല്ലാം മറക്കുകയാണ്. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ. കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനെ. വാതിൽ തുറക്കൂ നീ. പാട്ട് എനിക്ക് കുറേ ഇഷ്ടമാണ്. ചെറുപ്പം തന്നെ എനിക്ക് പാട്ട് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അച്ഛനായിരുന്നു പഠിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ ഓരോ കൊല്ലം കഴിയുന്തോറും അച്ഛൻ പറയും ഇപ്പം കലോത്സവത്തിൽ നിന്നിട്ട് ഇപ്പം എന്തായാലും കഴിഞ്ഞ കൊല്ലം കിട്ടിയതുപോലെ തന്നെ നമുക്ക് ഈ കൊല്ലവും നമുക്കിന്ന് ജയിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അച്ഛനും അമ്മയും ആരായാലും ഇപ്പോൾ എനിക്ക് വളരെ വലിയ സപ്പോർട്ടാണ് തരുന്നത്. ഞങ്ങൾക്ക് ക്ലാസിക് പാട്ടാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഈ ദാസാരെയും പിന്നെ MG ശ്രീകുമാർ സാറെയൊക്കെ പാട്ടാണ് പഠിക്കല്.